ഗൈസ്, നമ്മളിവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യണം എയർബിഎൻബിന്ന്. പാക്കൊക്കെ ചെയ്തു, എല്ലാം എടുത്തു വെച്ചു. ഇനി നമ്മൾ ബീച്ചിലോട്ടാണ് പോകുന്നത് ഗൈസ്. ഓൾ സെറ്റ് ഫോർ ബീച്ച്. എല്ലാവരും കൂടെ കാറും എയർബിഎൻബി ഒക്കെ ക്ലീൻ ആക്കുകയാണ്. ബിക്കോസ് റൂൾസിൽ നമ്മൾ അതുപോലെ തന്നെ കൊടുക്കണം, നമ്മളെ ക്ലീൻ ആക്കിയിട്ട് തന്നെ കൊടുക്കണം. അതാണ് റൂളിലുള്ളത്. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യാണ്. നമ്മൾ ബീച്ചിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഈ ബീച്ച് കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ബീച്ച് കുറേ ഓറഞ്ചസിൻ്റെ മരം കണ്ടു കേട്ടോ, അങ്ങനെ നിർത്തിയതാണ്. നല്ല ഓറഞ്ചാണ് കേട്ടോ, ഫ്രഷ് ഓറഞ്ച്. നല്ല അടിപൊളി മധുരമുള്ള ഓറഞ്ചസ് ആയിരുന്നു. പണ്ടേ ഞാനൊരു ഓറഞ്ചിൻ്റെ ഫാനായതുകൊണ്ട് 2-3 കഴിച്ചു. പിന്നെ നല്ല മധുരമുള്ള ഓറഞ്ചും കൂടി ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമായി. നമ്മളിപ്പോൾ ഉള്ളത് കാരപ്പേട്ട സ്റ്റേറ്റ് പാർക്കിലാണ്. നല്ല ഒരു വെറൈറ്റി പേരാണ്. അപ്പം ഇവിടെ ഒരു ക്ലിഫ് ബീച്ചിൽ കൂടെ നമ്മൾ നടക്കാൻ പോവാണ്. ഇതാണ് നമ്മളുടെ സ്റ്റേറ്റ് പാർക്ക്. ബീച്ചിൻ്റെ സൈഡിൽ കിട്ടു വ്യൂ ആണ് ഗൈസ്. ആ സൈഡിൽ മൂന്നാറൊക്കെ എത്തിയ പോലെ ഫീലിംഗ്. വ്യൂ ആണ് ഗൈസ്. എന്ത് ഭംഗിയാ ഇവിടെ നിന്ന് ഈ ബീച്ച് കാണുമ്പോൾ. സൂപ്പർ. നിങ്ങൾ എന്തായാലും ഇവിടെ വരണം. പേര് എനിക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ബട്ട് ദെൻ ഒരു തമിഴ് ടച്ചൊക്കെ ഉള്ള പേരാണ് ഈ സ്റ്റേറ്റ് പാർക്കിന്. പക്ഷെ വ്യൂ ഈസ് അമേസിങ്. അപ്പം നല്ല തണുപ്പുമുണ്ട്. നല്ല വെയിലായിരുന്നു രാവിലെ, പക്ഷെ ഇപ്പോൾ നല്ല തണുപ്പുണ്ട്. മേ ബി ബീച്ച് സൈഡ് ആയതുകൊണ്ടായിരിക്കാം. ബട്ട് ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മരമാണ് ഗൈസ്. ഒരു വെറൈറ്റി അല്ലേ? എല്ലാം ഇൻ്റർ കണക്റ്റഡ്, ഇൻ്റർ വൈൻഡ് ബ്രാഞ്ചസ് പോലെ തോന്നുന്നുണ്ട്. ഇറ്റ് ലുക്സ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ഡിഫറെൻറ്റ്. അപ്പോൾ ഇതൊരു ക്ലിഫ് ബീച്ച് ആയതുകൊണ്ടും പിന്നെ നമുക്ക് ബീച്ചിലോട്ട് ആക്സസ് ചെയ്യാൻ പറ്റിയ ട്രെയിൽ ഇല്ലാത്തതുകൊണ്ടും നമ്മൾ മുകളിൽ നിന്ന് തന്നെ ഈ ബ്യൂട്ടി ആസ്വദിച്ചു. അപ്പോൾ ഈ സ്റ്റേറ്റ് പാർക്കിന് ശേഷം ഞങ്ങൾ ബിഗ് സറിലേക്ക് പോയി. അപ്പോൾ ഇതൊരു സീനിക് ബീച്ച് സൈഡ് ഡ്രൈവായിരുന്നു. ഒരു രക്ഷയില്ലാത്ത ഡ്രൈവായിരുന്നു. ഇപ്പോൾ ബിഗ് സർ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഏറ്റവും ഐക്കോണിക് ബ്രിഡ്ജാണ് ഈ ബിക്സ്ബി ബ്രിഡ്ജ്, ഓൾസോ നോൺ ആസ് ബിക്സ്ബി ക്രീക്ക് ബ്രിഡ്ജ്. അതിൻ്റെ ആർച്ച് ഷേപ്ഡ് ആർക്കിടെക്ചറാണ് ഭയങ്കര ഫേമസ്. ഈ ബ്രിഡ്ജിൻ്റെ ലൊക്കേഷനാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. പസഫിക് ഓഷ്യൻ്റെ ഹൈവേയിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളൊരു സ്പോട്ടിൽ നിർത്തി സൂം ചെയ്തെടുത്തതാണ്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ Day 4 വ്ളോഗ് വിൽ ബി ഫിൽഡ് വിത്ത് ബീച്ചസ്.
കാലിഫോർണിയയിൽ ഒരുപാട് ഫേമസ് ബീച്ചസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ദിവസം കവർ ചെയ്യാൻ പറ്റിയ ബീച്ചസ് ഒക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് വേറൊരു ഫേമസ് ബീച്ചിലോട്ടാണ്, ഫൈഫർ ബീച്ചിലേക്ക്. അവിടുത്തെ സാൻഡിന് തന്നെ ഉണ്ട് ഒരു പ്രത്യേകത. നമ്മളിപ്പം പോകാൻ പോകുന്ന ഫൈഫർ ബീച്ചാണ് കേട്ടോ. അപ്പം കാലിഫോർണിയയിലൊരു വൺ ഓഫ് ദി ഫേമസ് ബീച്ചാണ് ഈ ഫൈഫർ ബീച്ച്. നമ്മളിത് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഞാൻ വെള്ളത്തിൽ ഇറങ്ങുന്നില്ല, പക്ഷെ ഞാൻ ബീച്ചിലെല്ലാ കാഴ്ചകളും ക്യാപ്ചർ ചെയ്യുന്നതായിരിക്കും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഗൈസ്, നമ്മൾ ഫൈഫർ ബീച്ചിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ കാട്ടിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഈ ബീച്ചിലേക്ക് പോകുന്നത്. അതാണ് എനിക്ക് കുറച്ച് ഡൗട്ട്ഫുൾ. ലൈക്ക് ഇതുവരെ നമ്മൾ അങ്ങനത്തെ ടൈപ്പ് കണ്ടിട്ടില്ലല്ലോ. നല്ല തണുപ്പുണ്ട് ഗൈസ്. ശരിക്കും പറഞ്ഞാൽ നല്ല കാറ്റും അടിക്കുന്നു. ബീച്ചിൽ നിന്ന് നല്ല കാറ്റടിക്കുന്നതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. നമ്മളൊക്കെ ഷോർട്സുമാണ് ഇട്ടത്, കാരണം ബീച്ചിൽ പോകുന്നതുകൊണ്ട് അങ്ങനെയാണല്ലോ, നമുക്ക് ആ ഒരു ഡ്രസ്സിലാണുള്ളത്. പക്ഷെ നല്ല തണുപ്പുണ്ട് ഗൈസ്. എനിക്കറിയില്ല അവിടെ എത്തിയിട്ട് എന്തായിരിക്കും അവസ്ഥ എന്ന്. ഇപ്പോഴേ നല്ല തണുപ്പുണ്ട്, പക്ഷെ എന്തായാലും എക്സ്പ്ലോർ ചെയ്യാം. So this is purple sand guys. വീഡിയോയിൽ എനിക്കറിയില്ല ക്ലിയർ ആണോന്ന്. യെസ്, ഇവിടെ ശരിക്കും കളർ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട്. കണ്ട, ലൈറ്റ് ഒരു പർപ്പിൾ ഷെയ്ഡ് ഉണ്ട്. പക്ഷേ ഫുൾ എക്സൈറ്റ്മെന്റിലാ. അപ്പം ഗൈസ്, ഇതാണ് ഒരു കീ ഹോൾ റോക്ക് എന്ന് പറയുന്നത്. ഒരു കീ ഹോള് പോലെ തന്നെ നാച്ചുറലി ഫോംഡ് സ്പേസ് ആണത്. കിടും, നല്ല ബീച്ച്. പക്ഷെ ഞങ്ങൾ ആരും ഇറങ്ങുന്നില്ല, കാരണം നല്ല തണുപ്പുള്ളതുകൊണ്ട്. നല്ല കാറ്റാണ്. ഞങ്ങളൊക്കെ തിരിച്ചു പോവാണ് ഗൈസ്. എന്തൊരു എക്സൈറ്റ്മെന്റ്. എക്സൈറ്റ്മെന്റ് എന്നൊക്കെ വെച്ച് വേറെ ലെവൽ എക്സൈറ്റ്മെന്റ്. പക്ഷെ അങ്ങോട്ട് നല്ല തണുപ്പാണ്. നമ്മളിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകും. സൺലൈറ്റിന്റെ റിഫ്ലക്ഷൻ ബീച്ച് സൈഡ് ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫൈഫർ ബീച്ചിൽ നിന്ന് വിട്ടായിരുന്നു. സോ ഇവിടെ കുറേ മിക്ക വ്യൂ പോയിൻറ്റ്സും നമ്മൾ റോഡ് സൈഡിൽ തന്നെ വെച്ച് നമുക്ക് കാണാം. അപ്പോൾ അടുത്ത സ്പോട്ട് നമ്മൾ കാണാൻ പോയത് മെക്വേ ഫോൾസ് ആയിരുന്നു. ഈ മെക്വേ ഫോൾസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ വാട്ടർഫോൾ ഡയറക്റ്റ്ലി ഡ്രെയിൻ ചെയ്യുന്നത് ബീച്ചിലോട്ടാണ്. നല്ല ബ്യൂട്ടിഫുൾ ടർക്കോയ്സ് കളർ ബീച്ചായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കാണാൻ. അപ്പം ഗായ്സ്, ഇത്രയേ ഉള്ളൂ ഡേ 4 വ്ളോഗ്. അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ, don't forget to like, share and subscribe. അപ്പോൾ stay tuned for the final vlog of California series.